ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് നമ്മുടെ ഗൈഡൻസ് മെസ്സേജിൽ ഞാൻ ഓഗസ്റ്റ് മന്തിൻ്റെ റീഡിംഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഓഗസ്റ്റ് മന്തിലേക്ക് നമുക്ക് നിങ്ങൾക്ക് എന്തായിരിക്കും പ്രതീക്ഷിക്കാൻ പറ്റുക ഓഗസ്റ്റ് മാസത്തിൽ. ഓക്കെ, നോക്കാം നമുക്ക്. ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുക, എന്തൊക്കെയായിരിക്കും? ഓക്കെ, 6 ഓഫ് സോർഡ്സ് ആണ്, ക്വീൻ ഓഫ് വാൻഡ്സ്, 4 ഓഫ് പെന്റിക്കിൾസ്, ജഡ്ജ്മെന്റ്, 4 ഓഫ് കപ്സ്. ഓക്കെ, ആൻഡ് okay, Ace of Cups, 9 of Swords, Page of Pentacles, 7 of Swords, 8 of Swords, and Wheel of Fortune, Queen of Swords, Sun. Very nice. Okay. I think ഇതൊരു ചെറിയ നിങ്ങൾക്കൊരു മാറ്റങ്ങൾ വരുന്ന ഒരു സമയമായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. ആക്ച്വലി നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ ലൈഫിൽ ചില ചേഞ്ചസ് വരുന്ന സമയമായിരിക്കാം. ഓക്കെ, അതിപ്പോൾ ഏത് രീതിയിൽ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ഉണ്ടാവാം. ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കാം, വലിയ മാറ്റങ്ങളായിരിക്കാം. ഓക്കെ, ബട്ട് ഐ തിങ്ക് ഒരു ചേഞ്ചിൻ്റെ സമയമാണ് ഇവിടെ. ചിലവർക്ക് ഓഗസ്റ്റ് നമ്മുടെ ഒരു ഫസ്റ്റ് 15 days എന്ന് പറയാം ഇത്, ആൻഡ് സെക്കൻഡ് 15 days എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ആദ്യത്തെ പകുതിയിൽ നിങ്ങൾക്ക് ചിലവർക്ക് ഒരു യാത്ര വരുന്നതായിട്ട് കാണുന്നുണ്ട്. ജോലിയുടെ കാര്യത്തിന് വേണ്ടി ചില യാത്രകൾ വേണ്ടി വന്നേക്കാം, അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ ചിലവർക്ക് ജസ്റ്റ് ഫാമിലിയുടെ കൂടെ എന്തെങ്കിലും ട്രിപ്പോ യാത്രയോ പോകാനുള്ള സാധ്യതയാണ്. എല്ലാവർക്കും അല്ല, ചിലവർക്ക് പോസിബിൾ ആയിരിക്കും. ചിലവർക്ക് ഒരു മാറ്റം, ഓക്കെ, സ്ഥലം മാറ്റം എന്ന രീതിയിൽ പറയാം. നിങ്ങൾ സ്ഥലം മാറി വേറെ ജോലിയുടെ കാര്യത്തിന് എന്തെങ്കിലും മാറിപ്പോവുക, അബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല, ഇത് നമ്മളൊരു സമാധാനം വരുന്നതായിട്ട് കൂടി പറയും. ഓക്കെ, നിങ്ങൾ പീസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. ഐ തിങ്ക് ഓഗസ്റ്റ് ബിഗിനിങ്ങിൽ ഐ തിങ്ക് നിങ്ങളൊന്ന് ശാന്തമായിട്ട് ഒരു സമാധാനം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതായത് ലൈഫ് ചിലപ്പോൾ സ്ട്രെസ് ഒന്ന് ഒഴിവാക്കി നിങ്ങൾ മാറ്റി വയ്ക്കുന്നതായിരിക്കാം. ഈ ജൂലൈ മാസത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടോ, ഓക്കെ, അപ്പോൾ തൽക്കാലം ഓഗസ്റ്റ് വരുമ്പോൾ മേ ബി നിങ്ങളൊരു കുറച്ചുകൂടി പുതിയ പ്രതീക്ഷയോടെ കുറച്ചുകൂടി ശാന്തമായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ പോലെ, അല്ലെങ്കിൽ ഒരു സമാധാനത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കുറച്ച് അറ്റ്ലീസ്റ്റ് തുടക്കത്തിൽ നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി മൈൻഡ് നമ്മുടെ അങ്ങനെ ആയിരിക്കും. എന്നിട്ട് ഒരു പുതിയ മാസം തുടങ്ങുകയാണ്, ഓക്കെ, നല്ലത് വരും എന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോകാമെന്ന് പറയില്ലേ. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല, നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു പീസ്ഫുൾ സിറ്റുവേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഫാമിലി മാത്രമല്ല, ആരായാലും, ഫ്രണ്ട്സ് ആയാലും, റിലേഷൻഷിപ്സിലായാലും, ജോലി സ്ഥലത്തായാലും എല്ലാം നിങ്ങളെല്ലാവരുമായിട്ട് ഒന്ന് നമ്മൾ നല്ല ഒരു എനർജിയിൽ നിങ്ങൾ മുന്നോട്ട് പോകും. ഓക്കെ, ശാന്തമായിരിക്കും സിറ്റുവേഷൻസ് എല്ലാവിടെയും പൊതുവായിട്ട്. ഓക്കെ, ആൻഡ് ഇവിടെ സെക്കൻഡ് നമുക്ക് പറയുന്നത് ക്വീൻ ഓഫ് വാൻഡ്സ് കാണുന്നുണ്ട്. ക്വീൻ ഓഫ് വാൻഡ്സ് വരുമ്പോൾ നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിക്കും. ഓക്കെ, ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് അതിന് ആക്ഷൻ എടുക്കാൻ നിങ്ങൾ ശ്രമിക്കും. ഓക്കെ, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, നിങ്ങളുടെ ചില പ്ലാൻസ് ഉണ്ടാവാം, നിങ്ങളുടെ മനസ്സിൽ ചില ഐഡിയാസ് ഉണ്ടാവാം. ഓക്കെ, അതിനെയൊക്കെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും പറയാനും പ്രകടിപ്പിക്കാനും നിങ്ങളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുമെന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ചെറിയ ഐഡിയാസ്, അതായത് എന്ത് കാര്യത്തിലായാലും, വീട്ടിൽ ഫാമിലി എന്തെങ്കിലും സിറ്റുവേഷൻസ് മാറ്റാനായാലും ശരി, വീടിനൊക്കെ ഒന്ന് ഭംഗിയാക്കുക, അങ്ങനത്തെ കാര്യങ്ങളായാലും ശരി, അല്ല ജോലിയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനും, സ്വന്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ ആലോചനകൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അതിനൊക്കെ നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ മൈൻഡും വളരെ ക്രിയേറ്റീവ് ആയിരിക്കും. ഓക്കെ, കാര്യങ്ങളെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ ചിന്തിച്ച് അതിനെ എങ്ങനെ ആക്കിയെടുക്കണം എന്നൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. പ്ലാൻ മാത്രമല്ല, ഐ തിങ്ക് നിങ്ങൾ ആക്ഷൻ കൂടി നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ 4 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. അത് കഴിയുമ്പോൾ എനിക്ക് ലേശം ഹോൾഡ് ബാക്കും ചെയ്യും. ഐ തിങ്ക് നിങ്ങളുടെ ഈ ക്രിയേറ്റീവ് കാര്യങ്ങളെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹം ഉണ്ടാവും. മേ ബി നിങ്ങൾ ചില ഫൈനാൻഷ്യൽ റെസ്ട്രിക്ഷൻസ് ഫേസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മേ ബി അതിനൊരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് കുറച്ച് കുറവുണ്ടാവും. അതായത് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ലേശം എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റാത്തൊരവസ്ഥയായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഫൈനാൻസിൻ്റെ കാര്യങ്ങളിൽ ചില ലോസ് എന്ന് പറയുന്നില്ല, പോരാ എന്ന് പറയില്ലേ നമ്മൾ അതായത് ഇപ്പം നമ്മൾ
ആവശ്യങ്ങൾക്ക് തികയില്ല. അപ്പം വേറെ എന്തെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ലേശം ഒന്ന് പണത്തിനെ ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കില്ല. ഓക്കെ, ഐ തിങ്ക് അത് നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു അഡ്വൈസ് ആയിട്ടും എടുത്തോളൂ. ഒരല്പം സേവിങ് നിങ്ങൾ ആലോചിക്കണം എന്നുകൂടി ആയിരിക്കാം. ഓക്കെ, ഓവർ സ്പെൻഡിങ് ഉണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യുക. അല്ലാത്തവർക്ക് മേ ബി നിങ്ങൾ ഐ തിങ്ക് ഉള്ള കുറച്ച് എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അല്പം കൺട്രോൾഡ് ആയിട്ട് പൈസ ചിലവാക്കുന്ന പോലെയൊക്കെ ആയിരിക്കാം. ചിലവർക്ക് ഇമോഷൻസ് ഹൈഡ് ചെയ്യുന്നു എന്നും പറയും. ഓക്കെ, ഇതിപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവാൻ ചിലത്, പക്ഷെ അത് നിങ്ങൾ മേ ബി പുറത്ത് വേറെ ആരോടും അങ്ങനെ ഷെയർ ചെയ്യില്ല. എല്ലാം നിങ്ങളുടെ മൈൻഡിലായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവരോടും അത് പറയാൻ ചിലപ്പോൾ സാധിക്കില്ല. ഓക്കെ, ഇവിടെ എല്ലാം മനസ്സിൽ അടക്കി വെച്ച് ചിലപ്പോൾ ഫീലിങ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇമോഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരോട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കഴിവുകളെ തന്നെ മേ ബി നിങ്ങൾ അടക്കി വെക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ അത് കുറച്ച് പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു സമയമായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ അടക്കി വെച്ച് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, പിന്നെ നമ്മൾ പിന്നീട് നമ്മൾ ഒരു സങ്കടം തോന്നും അല്ലേ, പിന്നീട് ഒരു വിഷമം തോന്നും. ഇത് ജഡ്ജ്മെന്റ് കാർഡ് ഉണ്ട്. സോ മേ ബി നിങ്ങൾ ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഇഫക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ലത് വരും എന്ന രീതിക്ക് പറയാം. യൂണിവേഴ്സ് ചില ന്യായങ്ങൾ ചെയ്യുന്നതായിട്ടാണ് പറയാം നമ്മൾ. ഓക്കെ, നിങ്ങളത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഐ തിങ്ക് ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓഗസ്റ്റിൽ. ദാറ്റ് നിങ്ങൾ മേ ബി ചിലപ്പോൾ ഓൾറെഡി ചില എഫേർട്സ് ഇട്ടിട്ടുണ്ടാവാം. അതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ഒരു പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുന്ന പോലെ. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കിട്ടാതെ പോകുന്നതിനെ കുറിച്ചും ചിന്തയുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളൊരു വിഷമത്തിലുമാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ബ്ലെസ്സിങ് നിങ്ങൾ കാണുന്നില്ല എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മാത്രമാണ് നിങ്ങൾ ആലോചിക്കുന്നത്. ഓക്കെ, എപ്പോഴും നമ്മുടെ മൈൻഡിനെ ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങളാണ്, ഇങ്ങനത്തെ വിഷയങ്ങളാണ്. ഓക്കെ, നമ്മൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ നല്ലത് വരുമ്പോൾ കൂടി നമുക്കത് കാണില്ല. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമുക്കത് കാണില്ല. അവിടെ ചിലപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ മടിക്കും. ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത്, ബട്ട് യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ് വരുന്നത് നിങ്ങൾക്ക്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് തരുവാണ്. സോ അത് സ്വീകരിക്കാൻ നിങ്ങളുടെ മൈൻഡ് കൂടി തയ്യാറാവണം അല്ലേ. നിങ്ങൾ പക്ഷെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുക, എന്തെങ്കിലും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പുതിയ ബ്ലെസ്സിങ് വരുന്നത് നമ്മൾ കാണില്ല. ഓക്കെ, സോ ഒരു മാറ്റം വരുത്തുക, നിങ്ങളുടെ ചിന്തയിലൊക്കെ ഒരു ലേശം മാറ്റം വരുത്തുക. ഓക്കെ, ഹോൾഡ് ബാക്ക് ഒന്ന് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ടെങ്കിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാനും അതിന് മുന്നോട്ട് ചെയ്യാനും ശ്രമിക്കുക. ആൻഡ് ഇവിടെ യൂണിവേഴ്സ് ചില ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, അത് എത്ര ചെറുതായാലും ശരി, നിങ്ങൾ ആഗ്രഹിച്ചതല്ലെങ്കിൽ പോലും എവിടെയോ ചില ബ്ലെസ്സിങ് യൂണിവേഴ്സ് തരുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതിനൊക്കെ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനേക്കാൾ വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ ആക്ച്വലി ഇതും നമുക്ക് അങ്ങനെയും പറയാം, അതായത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് അല്ലേ. നിങ്ങൾ ഉള്ളതിനെ അടക്കി പിടിച്ച് നിങ്ങളെല്ലാം കയ്യിലുള്ളത് നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ച് പിടിച്ചിരിക്കുന്ന പോലെയാണ്. ബട്ട് വേറെ യൂണിവേഴ്സ് തരുന്ന ബ്ലെസ്സിങ് സ്വീകരിക്കാൻ ചിലപ്പോൾ നമ്മൾ കയ്യിലുള്ളത് ചില നഷ്ടപ്പെടേണ്ടി വരും. ഓക്കെ, അങ്ങനെ വല്ലതും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു യൂണിവേഴ്സിന്റെ ജഡ്ജ്മെന്റ് ആണ്. ദാറ്റ് നിങ്ങൾക്ക് വേറെ എന്തോ നല്ലത് തരാനാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ചിലത് നല്ലത് വരാനാണ്. നഷ്ടപ്പെട്ടത് പോയിക്കോട്ടെ. ഓക്കെ, നിങ്ങൾക്ക് വേറെ നല്ലത് യൂണിവേഴ്സ് തരുന്നുണ്ട്. യൂണിവേഴ്സ് നമുക്ക് വേണ്ടി എന്തും ചെയ്യുന്നത് നമ്മുടെ നല്ലതിനായിരിക്കും എന്ന് മനസ്സിലാക്കാം. അഗെയിൻ സെയിം കാർഡാണ്. ഇതുണ്ടോ, കൈ നീട്ടിയത് നിങ്ങൾക്ക് ബ്ലെസ്സിങ് തരുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലത് വരുന്നുണ്ട്. ഓക്കെ, ബട്ട് നിങ്ങളുടെ മൈൻഡ് മുഴുവൻ ഇവിടെ ആ ലോസും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതിനിപ്പോൾ പോയാലോ എന്നുള്ള പേടി, ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് കാണുന്നത്. സോ യൂണിവേഴ്സ് പറയുന്നത് ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കുക നിങ്ങളുടെ. ഓക്കെ, നിങ്ങൾ ആക്ച്വലി ബ്ലെസ്സിങ് കിട്ടിയിട്ട് പോലും നിങ്ങൾ ആ ഒരു ടെൻഷനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ സ്ട്രെസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് മേ ബി കൺഫ്യൂഷൻ ആയിരിക്കാം നിങ്ങളുടെ മൈൻഡിൽ. ഇത് ശരിക്കും നല്ലതാണോ ഈ വരുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ കൊണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ വളരെ സ്ട്രെസ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഓഗസ്റ്റ് ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാഫിൻ്റെ കാര്യമാണ് പറയുന്നത്. ആദ്യത്തെ കുറച്ച് ദിവസം നിങ്ങളൊന്ന് മൈൻഡ് ഐ തിങ്ക് നിങ്ങൾ കുറച്ചൊക്കെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഓക്കെ ആയിരിക്കും. ബട്ട് മിഡിൽ ആകുമ്പോഴേക്കും വീണ്ടും നിങ്ങൾ ആലോചിക്കാൻ തുടങ്ങും, എന്ത് ഞാൻ എഫേർട്ട് ഇട്ടിട്ടും കാര്യമുണ്ടോ, എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന രീതിക്ക് നിങ്ങളുടെ മൈൻഡ് പോവാം. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ് തരുന്നുണ്ട്. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല, ഈ കാര്യം പറയുന്നത് എപ്പോഴും നമ്മുടെ സെൽഫ് ലവിനെ കുറിച്ചുകൂടി പറയും. നിങ്ങൾ അവനവനാ കെയർ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ അവനവനെ കെയർ ചെയ്യുക, അവനവനെ ലവ് ചെയ്യുക, അവനവൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട്. ഓക്കെ, അതും കൂടി നിങ്ങൾ ചെയ്യണം. ഓക്കെ, അതുകൊണ്ടാണ് ആക്ച്വലി നിങ്ങൾക്ക് വെറുതെ ഈ സ്ട്രെസ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എവിടേക്കോ നിങ്ങൾ സ്റ്റക്കായി പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സ്റ്റക്കായി പോകുന്നത് മിക്കവാറും ഈ ഒരു ചിന്തകൾ കാരണമാണ്. അതായത് നിങ്ങൾ അവനവനെ സ്നേഹിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ സ്വയം ഒരു സ്നേഹം സെൽഫ് ലവിലേക്ക് വരാം നിങ്ങൾ. ഓക്കെ, എനിക്ക് അത്രേ പറയുന്നുള്ളൂ ഞാൻ. നിങ്ങൾ വെറുതെ വറി ചെയ്ത് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് വറി ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച് തന്നെ ചിലപ്പോൾ വരണം എന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് വരുന്നതിനെ നിങ്ങൾ വളരെ നല്ലൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുക.
ഓക്കെ. ആൻഡ് ഇവിടെ ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സ്ട്രെസ് അടിച്ചിരുന്നിട്ട് വെറുതെ ആണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടതൊക്കെ വരുന്നുണ്ട്, യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, അത് തിരിച്ചറിയുക നിങ്ങൾ. അപ്പോൾ എവിടേക്കോ നമ്മൾ പറയില്ലേ, ശരിക്കും നമ്മൾ ആഗ്രഹിച്ചായിരിക്കില്ല നമുക്ക് കിട്ടുന്നത്, ബട്ട് വേറെ എന്തെങ്കിലും ദൈവം തരുന്നുണ്ടെങ്കിൽ തന്നെ ഓക്കെ അതിലും എന്തോ ഒരു ബ്ലെസ്സിങ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ചിലത് നമ്മുടെ അടുത്ത് നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ, ചിലത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലും എന്തോ ഒരു ലെസൺ ആണ്, അതിൽ നമ്മൾ എന്തോ പഠിക്കാനുണ്ട്, നമുക്ക് അതിലും ബെറ്റർ എന്തോ തരാനാണ് യൂണിവേഴ്സ് അങ്ങനെ നമ്മുടെ നിന്ന് എടുത്തു മാറ്റിയത് എന്നൊക്കെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങുക. കുറച്ചുകൂടി മൈൻഡ് നിങ്ങൾ യൂണിവേഴ്സ് എനർജി ആയിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, എല്ലാം നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് മുഴുവൻ നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഒരു റൂൾ പ്രകാരമാണ്. ഓക്കെ, അതിൻ്റെയൊക്കെ അപ്പുറം പല കാര്യങ്ങളും ഉണ്ട്. കുറെ കൂടി സ്പിരിച്വൽ ആയിട്ടൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഇതൊരു ഹൈഡിങ് ചീറ്റിംഗ് എനർജിയാണ് എനിക്ക് തോന്നുന്നത്. ഇതും അഗെയിൻ പക്ഷേ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ളതൊന്നും നിങ്ങൾ ആരോടും എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ ഐ തിങ്ക് ആ ഒരു പ്രശ്നമാണ് ഇവിടെ എനിക്ക് കാണുന്നത്. നിങ്ങൾ മനസ്സിലുള്ളത് തുറന്ന് പറയുന്നില്ല ആരോടും. എനിക്ക് ചില വിഷമങ്ങളായാലും ശരി, എന്തെങ്കിലും നിങ്ങൾ തനിയായിരുന്ന സ്ട്രെസ് അടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ തനിച്ചിരുന്ന സ്ട്രെസ് ആവുകയാണ്. രാത്രി നേരത്തൊക്കെ നിങ്ങൾ ആലോചിച്ച് ഉറക്കം കളയാണ്. നിങ്ങളുടെ മൈൻഡിൽ എന്തൊക്കെയോ വെച്ച് നിങ്ങൾ കുറേ ടെൻഷൻ ആവുന്നുണ്ട്, ഒരുപാട് സ്ട്രെസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് ഹൈഡ് ചെയ്യുക, ആരോടും പറയാതിരിക്കുക, എനിക്ക് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. ബട്ട് അത് നിങ്ങളെ ഒരു ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ കാര്യങ്ങളാണ് നിങ്ങളെ ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെഗറ്റീവ് കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് നിങ്ങൾ മനസ്സിലുള്ളത് തുറന്നു പറയുക. ഓക്കെ, അതുപോലെ കിട്ടുന്ന ബ്ലെസ്സിങ് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുക. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഓക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇവിടെ മനസ്സിലുള്ളത് നല്ലോണം ഐ തിങ്ക് തുറന്നു പറയാൻ തുടങ്ങണം. നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, അതിനു വേണ്ടി എഫേർട്ട് ഇടേണ്ടി വരും. നിങ്ങൾ ആഗ്രഹിച്ചതല്ലെങ്കിൽ പോലും യൂണിവേഴ്സ് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ ഓക്കെ അതൊക്കെ നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഐ തിങ്ക് കുറേ കാര്യങ്ങൾ ഇവിടെ ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വീണ്ടും വീണ്ടും ഈ 2 കാർഡും അത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് അത് നിങ്ങൾക്ക് പക്ഷെ മൈൻഡ് ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ മന്ത് എൻഡ് ആകുമ്പോഴേക്കും വീണ്ടും ഐ തിങ്ക് നിങ്ങൾ ആ ഒരു സ്റ്റക്ക് ഫീലിംഗിലേക്ക് വരികയാണ്. അതായത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ബട്ട് അഗെയിൻ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്, നിങ്ങളത് കാണുന്നില്ല. ഓക്കെ, അങ്ങനെ കാണാതിരുന്നു കഴിഞ്ഞാൽ ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് മിസ്സായി പോകും. അവസരങ്ങൾ നമ്മൾ പറയാറില്ലേ, അവസരങ്ങൾ കാത്തിരുന്നാൽ മിസ്സാവും എന്നാ പറയാം. ഓക്കെ, സോ വരുന്ന അവസരം എന്തു തന്നെ ആയാലും ശരി, നിങ്ങൾ ആഗ്രഹിച്ചതല്ലെങ്കിൽ പോലും, നിങ്ങൾക്ക് വേണ്ടതല്ലെങ്കിൽ പോലും എന്ത് അവസരം നിങ്ങളുടെ മുമ്പിൽ കിട്ടിയാലും നിങ്ങളത് എടുക്കാൻ പഠിക്കുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷനിലേക്ക് പോകുന്നതായിട്ടാണ്. കാരണം നിങ്ങളുടെ മെന്റൽ ബ്ലോക്കേജ് ആണിത്. ഓക്കെ, നിങ്ങളുടെ സ്വന്തം മെന്റൽ ബ്ലോക്കേജ് ആണ്. ഇതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആ ഒരു സിറ്റുവേഷനിലേക്ക് തന്നെ പോയി ഓഗസ്റ്റ് എൻഡ് ആകുമ്പോഴേക്കും വീണ്ടും ആ ഒരു ഒന്ന് ശാന്തമായിട്ട് നിങ്ങൾ തുടങ്ങി വരും, പക്ഷെ വീണ്ടും ആ ഒരു മൈൻഡ് ബ്ലോക്കേജിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ സൂക്ഷിക്കുക, വാർണിംഗ് ആയിട്ട് എടുക്കുക ഇത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് പറയുന്നത് നിങ്ങളുടെ സമയം മാറി വരും എന്നാണ്. ഓക്കെ, ബട്ട് നിങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് വരണം. നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നേ പറ്റൂ. പോസിറ്റീവാക്കി കൊണ്ടുവരാം മൈൻഡിനെ. എല്ലാം നല്ലതിനായിരിക്കും എന്ന് പറഞ്ഞ് പഠിക്കുക. സ്ട്രോങ് ആവുക, ആക്ഷൻ എടുക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ട അതിന് വേണ്ട ആക്ഷൻ എടുക്കാൻ പഠിക്കുക. ഇങ്ങനെ ഐഡിയാസ് ഉണ്ടായാൽ മാത്രം പോരാ, ഐഡിയാസിനെ ആക്ഷനിലേക്ക് കൂടി നമ്മൾ കൺവേർട്ട് ചെയ്യണം. അല്ലേ, ആക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം, എക്സ്പ്രസ് ചെയ്യണം, പറയണം നമ്മൾ കാര്യങ്ങൾ. അങ്ങനത്തെ കുറേ ഉണ്ട്. സോ അതും കൂടി ചെയ്യാനുണ്ട് നിങ്ങൾ. ആൻഡ് ഇവിടെ അതിനുശേഷം സൺ ആണ്. ഓക്കെ, സൺ കാർഡാണ് ഇവിടെ ഉള്ളത്. ബട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ സ്വയം നിങ്ങൾ സ്റ്റക്കായി പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. സോ ഇപ്പോൾ നമ്മൾ ആദ്യമേ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മാറ്റാനുള്ള സമയമുണ്ട്. ഓക്കെ, മെയിൻ കാര്യം ഇവിടെ എനിക്ക് പറയാനുള്ളത്, യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് തരുന്നോ അത് നിങ്ങളുടെ നല്ലതിനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും തട്ടിപ്പറിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്തോ നല്ലത് കൂടുതൽ വേറെ നല്ലത് തരാനാണെന്ന് വിചാരിക്കൂ. അതിപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ ഇപ്പോൾ നമ്മളൊരു സാലറി, നമ്മളൊരു ശമ്പളം നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവൽ ഇല്ല എന്ന് വിചാരിക്കാം. ഓക്കെ, കുറച്ച് കുറവാണ്. ബട്ട് എന്നാലും ഓക്കെ, ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എൻ്റെ മുമ്പിൽ, എന്തോ ഒരു അവസരം യൂണിവേഴ്സ് തന്നിരിക്കുകയാണ്. ഓക്കെ, ഞാനത് എടുക്കുന്നു. അങ്ങനെ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളൊന്ന് മാറ്റിയെടുക്കാം. ഓക്കെ, ഇവിടെ എന്തായാലും ഓഗസ്റ്റിലേക്ക് അങ്ങനെയാണ്. തുടക്കം കുറച്ച് ഓക്കെയാണ്, ബട്ട് ഐ തിങ്ക് ബൈ ദ എൻഡ് ഓഫ് ഓഗസ്റ്റ് നിങ്ങൾ വീണ്ടും ഒരു ഡൗൺ പോകുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ നമുക്കിത് അറിയുന്ന സ്ഥിതിക്ക് നമ്മളൊന്നൊന്ന് മാറ്റിയെടുക്കാൻ ഇപ്പോഴേ തുടങ്ങാം. സെൽഫ് ലവ് ചെയ്യുക ഒന്നാമത്തെ കാര്യം. ആൻഡ് കോൺഫിഡൻസ് കൊണ്ടുവരിക. ഓക്കെ, കോൺഫിഡൻസ് കൊണ്ടുവരിക, പോസിറ്റീവ് ആവുക. ആൻഡ് യൂണിവേഴ്സിൽ ഒരുപാട് ട്രസ്റ്റ് വെച്ച് പ്രാർത്ഥനകളും കാര്യങ്ങളും നിങ്ങൾ ചെയ്യാം. ഓക്കെ, ടൈം മാറി വരുമെന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ബട്ട് അത് മാറ്റാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നിങ്ങൾ മാറ്റില്ല, ഞാൻ മാറില്ല എന്ന് പറഞ്ഞിരുന്നാൽ എന്താ ചെയ്യുക, അല്ലേ? നിങ്ങളൊന്ന് മാറ്റിയെടുക്കണം അവനവനെ. ഓക്കെ ഓക്കെ, നമുക്ക് അഡ്വൈസ് കാർഡ്സ് കൂടി നോക്കാം. ഓഗസ്റ്റിലേക്ക് എന്താ വരുന്നത്? സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്.
പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് 7 ആൻഡ് അതോറിറ്റി 4, 3 പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ്, സ്പിരിച്വൽ യൂണിയൻ ചിലവർക്ക്. ഓക്കെ, ഗുഡ്. 8 ഓഫ് സോൾസ്, അതാണ് ഞാൻ പറഞ്ഞത്. ട്രാപ്ഡ് ഇൻ ഫിയർ, മെന്റൽ കോൺഫ്ലിക്റ്റ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, സോളാർ പ്ലെക്സസ് ചക്രയിൽ വർക്ക് ചെയ്യുക. അതായത് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ ഒന്നും വേണ്ട, സൂര്യൻ്റെ വെളിച്ചം ഡെയിലി കൊള്ളുക കുറച്ചു നേരം. പകല് രാവിലെ എഴുന്നേറ്റ് നിന്നിട്ട് ഒന്ന് സൂര്യൻ്റെ വെളിച്ചം കുറച്ചു നേരം കൊള്ളുക. ഓക്കെ, നല്ല പുറത്തൊക്കെ ഒന്ന് നടക്കുക, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഓക്കെ അഗെയിൻ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനുവേണ്ടി നിങ്ങൾ തന്നെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കണം. ഓക്കെ, വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വരില്ല, നിങ്ങൾ തന്നെ സംസാരിക്കണം. ഓക്കെ, പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്. ആദ്യം പ്ലാൻ ചെയ്യുക. ആദ്യം നിങ്ങളുടെ ഭാഗത്തു നിന്ന് പ്ലാനിങ് ഒക്കെ ചെയ്യൂ. ക്വീൻ ഓഫ് വൺസ് എനർജി. നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ട്, നിങ്ങൾ അതിനെ ആലോചിച്ച് പേഷ്യൻസോടെ നിങ്ങൾ കാര്യങ്ങളെ നല്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലാം മനസ്സിലാക്കി നിങ്ങൾ പ്ലാനിങ് ചെയ്യൂ. ഓക്കെ, അത് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും മറ്റുള്ളവരുടെ മുമ്പിൽ, അല്ലേ? ആൻഡ് ഇവിടെ അതോറിറ്റി എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അപ്രൂവലൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ വരും. ഓക്കെ, ബ്ലെസ്സിങ് വരും എന്ന് പറയാം. നമ്മുടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് എന്ന രീതിക്ക് എടുക്കാം. അല്ലെങ്കിൽ ആരുടെയും വിസ അപ്രൂവൽ, അങ്ങനത്തെ കാര്യങ്ങൾ, പഠിക്കാൻ എന്തെങ്കിലും അപ്രൂവൽ, അത് അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ മാരേജിൻ്റെ കാര്യത്തിന് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു യൂണിയൻ കണ്ടുകൊണ്ട് പറയുകയാണ്, ആരുടെയെങ്കിലും അപ്രൂവൽ വരണമെങ്കിൽ അതിൻ്റെ പാരൻസിൻ്റെ അപ്രൂവൽ, അങ്ങനെ ആയിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് കാണുന്നുണ്ട്. ചിലവർക്ക് ഇവിടെ ബിസിനസ് പാർട്ട്ണർഷിപ്സ് ആയിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആ ലെവലിലായിരിക്കും. ചിലവർക്ക് ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ യൂണിയൻ്റെ കാര്യമാണ്. ഓക്കെ, ചിലവർക്ക് ഒരു റിലേഷൻഷിപ്പ് യൂണിയൻ എന്ന രീതിക്ക് വരുന്നുണ്ട്. ചിലവർക്ക് മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പേഴ്സണിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊരു യൂണിയൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അഗെയിൻ മൈൻഡ് ബ്ലോക്കേജ് ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, മൈൻഡ് ബ്ലോക്കേജിൽ നിന്ന് നിങ്ങൾ തന്നെ പുറത്തു വരണം. ഓക്കെ, എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സിലെ പേടികൾ, എന്തൊക്കെയാണ് പേടി? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആലോചിക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത്? മറ്റുള്ളവരെന്തു പറയും? ഞാൻ ചെയ്താൽ വിജയിക്കുമോ? ഞാൻ പറഞ്ഞാൽ ശരിയാവുമോ? ഞാൻ പറഞ്ഞാൽ മറ്റേ ആൾ ഹേർട്ടാവുമോ? അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയാണോ? ഫാമിലി അപ്രൂവ് ചെയ്യില്ല, ഫാമിലി സമ്മതിക്കില്ല, അവർക്കൊരിക്കലും മനസ്സിലാവില്ല, എനിക്ക് സമയമില്ല, എന്ത് തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ നെഗറ്റീവ് കയറി വരുന്നുണ്ടോ അതിനൊക്കെ മാറ്റി വെക്കാൻ പഠിക്കാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് നന്നായിട്ട് വേണമെങ്കിൽ യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും, മെത്തേഡ്സ് കിട്ടും. ഓക്കെ, സോ മാറ്റിയെടുക്കാം മൈൻഡ് ഫിയേഴ്സിനെ. നിങ്ങൾ അത് മാത്രം ആലോചിക്കുക. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ ഓക്കെ അതിനു വേണ്ടി സമയം കണ്ടെത്തും നമ്മൾ, അല്ലേ? നമ്മൾ അതിനെ അതുപോലെ ആരെങ്കിലും എതിർക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ആ എതിർപ്പ് മാറ്റി എങ്ങനെയാണ് നമ്മുടെ സൈഡിലേക്ക് അവരെ കൊണ്ടുവരിക, അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആ പ്ലാനിങ് അവരെ മുമ്പിൽ കാണിക്കുമ്പോൾ. അപ്പം നമ്മളൊരു ലോൺ അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കും, ഒരു ബിസിനസ് ലോൺ അപ്ലൈ ചെയ്യണം. എങ്ങനെ ചെയ്യാം? ബിസിനസ് പ്ലാനൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കും. അവരുടെ അടുത്ത് ഇതാണ് ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയും, അല്ലേ? അപ്പോഴേ അവർ അത് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് അവർ ഫൈനാൻസ് തരാം. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ കാര്യങ്ങൾ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ആദ്യം പ്ലാനിങ് ചെയ്ത് നിങ്ങളെല്ലാ ഡീറ്റെയിലും മനസ്സിലാക്കി വെച്ച് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കാം. ഓക്കെ, പിന്നെ ഈശ്വരൻ്റെ ഹെൽപ്പ് നമുക്ക് വേണം, പ്രാർത്ഥിക്കാം. ഓക്കെ, ഈശ്വരൻ്റെ ബ്ലെസ്സിങ് കൂടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഫിയേഴ്സിനെ നിങ്ങൾ മാറ്റിയെടുക്കാം. മെൻ്റൽ കോൺഫ്ലിക്റ്റ്, ഒരുപാട് കോൺഫ്ലിക്റ്റിൽ ഇരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, ഓഗസ്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ആകുമ്പോഴേക്കും നിങ്ങൾ വീണ്ടും ആ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നതായിട്ടാണ് കാണുന്നത്. ബട്ട് പ്ലീസ് നമ്മൾ നേരത്തെ അറിയുന്ന സ്ഥിതിക്ക് നിങ്ങൾ അതിനെ മാറ്റിയെടുക്കാൻ മാക്സിമം ശ്രമിക്കാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു മാസമായിരിക്കട്ടെ. മുന്നോട്ട് ആയിട്ടില്ല എന്നാലും പറയണമെന്ന് മാത്രം. ഓക്കെ, എന്നാലും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.